ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കൊക്കിനെയാണ് കേട്ടോ, ക്രെയിൻ. അപ്പോൾ നമ്മൾ ഇതിനെ ആദ്യം സമചതുരത്തിൽ മുറിക്കാം. ഇപ്പോൾ രണ്ടായിട്ട് മുറിച്ചിട്ടുണ്ട്. ഈ പീസ് നമുക്ക് വേണ്ട, ഇത് മാറ്റിക്കാം. ഇനി നമ്മൾ കോണോട് മറക്കുക. ഇതിൻ്റെ എന്താ പറയുക, ഒരു സൈഡിലല്ല നമ്മൾ മടക്കിക്കണേ. ഇനി ഇതിൻ്റെ ബാക്ക് പുറത്തേക്ക് ഈക്വലായിട്ട്, ഇതിപ്പോൾ ഇങ്ങനെയല്ലേ, ഇതിൻ്റെ ഈക്വലായിട്ട് നമ്മൾ അങ്ങോട്ട് മടക്കുക. ഈക്വലായിട്ട് രണ്ട് സൈഡേക്ക് മടക്കുക. അതുപോലെ ഇനി മറ്റേ സൈഡിലേക്ക്. ഇനി ഒരു കാണുന്നില്ലേ, നമുക്ക് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഈ കോണുകളെ പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങ് പിടിച്ച് ഇതാക്കുക. അപ്പോൾ ഒരു എന്താ പറയുക, വീണ്ടും ഒരു സമചതുരത്തിലുള്ള ഒരു ഷേപ്പ് കിട്ടും. ഇനി ഇതിനെ നമുക്കിങ്ങനെ മടക്കാം. അതായത് ഈ ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്തിനാണ് മടക്കണം കേട്ടോ, ക്ലോസ് ആയിട്ടുള്ളതല്ല. രണ്ട് സൈഡ് അതുപോലെ അപ്പുറം. എന്നിട്ട് ജസ്റ്റ് ഒന്നും ഇവിടുന്നില്ല, വെറുതെ ഒന്ന് ഇങ്ങനെ രണ്ട് സൈഡിലേക്ക് ഒന്ന് മടക്കുക. വെറുതെ ആ ഒരു മടക്ക് അവിടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ട് സൈഡിലേക്ക് ഒന്ന് മടക്കുക. എന്നിട്ട് നമ്മൾ ഈ ഭാഗത്തിനെ ഓപ്പൺ ചെയ്ത് പിടിക്കുക. ഇപ്പം ഇങ്ങനെ കേട്ടോ. എന്നിട്ട് ഈ ഭാഗം തുറന്നിട്ട് അവിടെ മടക്കിയ കാരണം ഈ സാധനം ഇതുവരെ പോകും. എന്നിട്ട് ഈ ഒരു ഭാഗത്തിനെ ഉള്ളിലേക്ക് മടക്കുക. മനസ്സിലായില്ലേ? അതുപോലെ അപ്പുറം ചെയ്യാം. ഈ ഭാഗം മടക്കിയിട്ട് തുറക്കുക. ഇവിടെ ഓൾറെഡി നമ്മളിങ്ങനെ മടക്കി ഇതുണ്ടായിരുന്നല്ലോ, ആ ഒരു മടക്കിൻ്റെ ഭാഗം കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഈ ഭാഗം ഇങ്ങനെ തുറക്കുക, ആ മടക്കിൻ്റെ അതുപോലെ മടക്കുക. ഇതിനുള്ളിലേക്ക് ഇങ്ങനെ തള്ളുക, ഈ ഭാഗത്തിന് ഉള്ളിലേക്ക് തള്ളുക. നമുക്ക് ഇങ്ങനെ ഒരു ആകൃതിയിൽ കിട്ടും. ഈ ജപ്പാൻകാരുടെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പക്ഷിയാണ് കേട്ടോ കൊക്ക്. എന്നിട്ട് നമ്മളിങ്ങനെ മടക്കിയില്ലേ, അതിൽ ഈ എന്താ പറയുക, ഇങ്ങനെ വിടർന്ന് നിൽക്കുന്ന ഭാഗത്തിനല്ലേ വീണ്ടും നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്ന് മടക്കുക. മടക്കത്തിൽ ബുദ്ധിമുട്ടുണ്ടാവും. ഇങ്ങനത്തെ 1000 കൊക്കുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്കുണ്ടാകുന്ന വയ്യായികളൊക്കെ ഉണ്ടാവുമല്ലോ, അതിന് പെട്ടെന്ന് നമ്മൾ മുക്തി നേടുന്നതാണ് ജപ്പാൻകാരുടെ വിശ്വാസം. 1000 കൊക്കുകൾ ഉണ്ടാക്കണം കേട്ടോ, 1-2 ഉണ്ടാക്കിയാൽ പോരെ. അതുപോലെ ഇപ്പുറത്ത് മടക്കുക. ഇപ്പം എങ്ങനെയല്ല മടക്കി ഇരുന്നിട്ട് അതിനെ ഈ ഒരു ഇതിലേക്ക് വീണ്ടും മടക്കുക. എന്നിട്ട് ഈ ഒരു നീളമുള്ള ഭാഗത്തിന് മേലേക്ക് മടക്കുക. എന്നിട്ട് വീണ്ടും ഇവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് മടക്കുക. ഈ ഭാഗം വീണ്ടും ഇങ്ങനെ മടക്കുക. എന്നിട്ട് ഇതിനെ വീണ്ടും ഇങ്ങനെ പുറത്തേക്ക് മടക്കുക. അതായത് ഇതിൻ്റെ ചിറകാണ്, അതിനങ്ങോട്ട് മടക്കുക. ഇനി ഒരെണ്ണം വാല് ജസ്റ്റ് വലിച്ചിട്ട് കൊടുത്ത് മടക്കി കൊടുത്താൽ മതി. ഒരെണ്ണം ഇതിൻ്റെ കൊക്ക്. കൊക്കിനെ നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് കൊക്കാക്കാം.
ഇതാണ് ചെപ്പാങ്കാരുടെ കൊക്ക്. എങ്ങനെയുണ്ട്? ഭംഗിയില്ലേ?